ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓംനി അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. MOP ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ 5ാമത്തെ ക്ലാസ്സാണിത്. നിങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ ക്ലാസ്സുകൾ കേട്ടിട്ടില്ലെങ്കിൽ ദയവായി ആ ക്ലാസ്സുകളും കേൾക്കുക. ഓരോ പാഠഭാഗത്തു നിന്നും എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് വീഡിയോയുടെ ആദ്യം. 2ാം ഭാഗത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഓരോ വീഡിയോകളും പൂർണ്ണമായി കാണുവാൻ ശ്രദ്ധിക്കുക. മനസ്സിലാകാത്ത കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. ഞങ്ങളുടെ യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മറ്റൊരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യാതെയും ഒരു പുസ്തകവും റെഫർ ചെയ്യാതെയും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ 100% ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. MOP പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള 2 ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. അവയിൽ ഒന്ന് ഡിസ്പോസലും രണ്ടാമത്തേത് ഫോംസ് ഓഫ് കറസ്പോണ്ടൻസും ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഡിസ്പോസൽ എന്താണെന്ന് നോക്കാം. ഒരു ഓഫീസ് തലവൻ്റെ പരിഗണനയ്ക്കായി പല വിഷയങ്ങളും സമർപ്പിക്കപ്പെടാറുണ്ട്. പരാതികൾ, മറ്റ് ഹർജികൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഇത്തരത്തിൽ ഓഫീസ് മേധാവിയുടെ അറിവിനോ ഉത്തരവുകൾക്കോ വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന്മേൽ അദ്ദേഹത്തിൻ്റെ അന്തിമ തീരുമാനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പോസൽ എന്ന് പറയുന്നത് ഒരു ഓഫീസറുടെ അന്തിമ തീരുമാനത്തിനെയാണ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഫൈനൽ ഡിസ്പോസലുകളെ, അതായത് അന്തിമ തീർപ്പുകളെ അവയുടെ സ്വഭാവം അനുസരിച്ച് RD, KL, NF എന്നിങ്ങനെ പ്രധാനമായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഇവ ഓരോന്നും പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഒരു എക്സാമിന് തന്നെ ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇവ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതിനാൽ തന്നെ ഇവ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. ആദ്യത്തേത് R ഡിസ്പോസലാണ്. R എന്നാൽ റീറ്റെയിൻ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് സ്ഥിരമായി സൂക്ഷിക്കേണ്ടവയാണ് ഈ വിഭാഗത്തിൽ വരുന്ന ഡിസ്പോസൽസ്. ഇവ നശിപ്പിച്ച് കളയേണ്ട ആവശ്യം ഇല്ല. അടുത്തതായിട്ട് D ഡിസ്പോസലാണ്. D എന്നാൽ ഡിസ്ട്രോയ് എന്നതാണ്. ഇവ 10 വർഷം വരെ സൂക്ഷിക്കേണ്ടതും അതിനുശേഷം നശിപ്പിക്കാവുന്നതുമായ വിഭാഗമാണ്. അപ്പോൾ R എന്ന് പറയുന്നത് സ്ഥിരമായി സൂക്ഷിക്കേണ്ട ഡിസ്പോസൽസ് ആണ്. ഇവ നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല. D ഡിസ്പോസൽസ് 10 വർഷം കഴിഞ്ഞതിന് ശേഷം നശിപ്പിക്കാവുന്നതാണ്. അടുത്തത് K ഡിസ്പോസലാണ്. കീപ്പ് എന്നതാണ് K കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെടുന്നവ 3 വർഷം വരെ സൂക്ഷിക്കേണ്ടതും അതിനുശേഷം നശിപ്പിക്കാവുന്നതുമായ ഡിസ്പോസൽസ് ആണ്. നെക്സ്റ്റ് L ഡിസ്പോസൽ. ലോഡ്സ് എന്നതിനെയാണ് L കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 വർഷം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം നശിപ്പിക്കാവുന്നതുമായ ഡിസ്പോസൽസ് ആണ് L ഡിസ്പോസൽസിൽ വരുന്നത്. അടുത്തത് N ഡിസ്പോസലാണ്. നൗ എന്നതിനെയാണ് N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെടുന്ന ഡിസ്പോസൽസ് ഓഫീസിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ഇവയുടെ ഒറിജിനൽ തന്നെ പുറത്തയക്കേണ്ടതാണ്. നെക്സ്റ്റ് F ഡിസ്പോസൽ. ഫയൽഡ് എന്നതാണ് F കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫയലിൽ സൂക്ഷിക്കേണ്ട വിഭാഗത്തിൽ പെടുന്നവയാണ് F ഡിസ്പോസൽ. ഫയൽഡ് പേപ്പർ എന്ന് പറയുന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വിഷയം അനുസരിച്ച് സബ്ജക്റ്റ് വൈസ് അടുക്കി വയ്ക്കുന്നതിനെയാണ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓർഡേഴ്സ്, പീരിയോഡിക്കൽസ് തുടങ്ങിയവ ഇത്തരത്തിൽ പ്രധാനമായി ഫയൽ ചെയ്യാറുണ്ട്. ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചോളൂ. R ഡിസ്പോസലുകൾ സ്ഥിരമായി സൂക്ഷിക്കേണ്ടവയാണ്, നശിപ്പിക്കേണ്ടതല്ല. D ഡിസ്പോസലുകൾ 10 വർഷത്തിന് ശേഷം നശിപ്പിക്കുന്നു. K ഡിസ്പോസൽസ് 3 വർഷത്തിന് ശേഷം നശിപ്പിക്കും. L ഡിസ്പോസൽ 1 വർഷത്തിന് ശേഷം നശിപ്പിക്കും. N ഡിസ്പോസൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, അത് ഒറിജിനൽ തന്നെ പുറത്തയക്കേണ്ടവയാണ്. F ഡിസ്പോസൽ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ചില ഡിസ്പോസലുകളിൽ X എന്ന് മാർക്ക് ചെയ്തിരിക്കും. ഈ കാറ്റഗറിയിൽ പെടുന്ന ഡിസ്പോസലുകൾ പതിക്കേണ്ട ആവശ്യമില്ല. അതായത് X എന്ന് മാർക്ക് ചെയ്തിരുന്നാൽ ആ ഡിസ്പോസലുകൾ രജിസ്റ്ററിൽ ഉൾക്കൊള്ളിക്കണമെന്നില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ XN എന്ന് മാർക്ക് ചെയ്തിരുന്നാൽ നമുക്കറിയാം X എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നവ പതിക്കേണ്ടതില്ല. അതുപോലെ N എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നവയുടെ ഒറിജിനൽ തന്നെ പുറത്തേക്ക് അയക്കേണ്ടതുമാണ്.
അതിനാൽ XN എന്ന് മാർക്ക് ചെയ്തിരുന്നാൽ അതിനർത്ഥം ഒറിജിനൽ തന്നെ പുറത്തയക്കേണ്ടതും പതിക്കേണ്ട ആവശ്യമില്ലാത്തതും എന്നാണ്. അതുപോലെ മറ്റൊരു ഡിസ്പോസലാണ് XN പറഞ്ഞതുപോലെ തന്നെ ഇത് മനസ്സിലാക്കുക. X എന്നാൽ രജിസ്റ്ററിൽ ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമില്ലാത്തതാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ L എന്നത് തൽക്കാലം സൂക്ഷിക്കുകയും 1 വർഷത്തിന് ശേഷം നശിപ്പിക്കുകയും ചെയ്യുന്ന ഡിസ്പോസൽ ആണെന്ന് നമുക്ക് അറിയാം. അതിനാൽ XL എന്നത് രജിസ്റ്റർ ചെയ്യാതെ 1 വർഷം സൂക്ഷിക്കുകയും അതിനുശേഷം നശിപ്പിക്കുകയും ചെയ്യേണ്ട ഡിസ്പോസലുകൾ എന്നാണ് അർത്ഥം. അതുപോലെ X ഡിസ്പോസൽ രജിസ്റ്റർ ചെയ്യേണ്ടാത്തവ, XN ഡിസ്പോസൽ രജിസ്റ്റർ ചെയ്യാതെ ഒറിജിനൽ തന്നെ പുറത്ത് അയക്കേണ്ടവ, XL ഡിസ്പോസൽ രജിസ്റ്റർ ചെയ്യാതെ 1 വർഷം സൂക്ഷിച്ചിട്ട് നശിപ്പിക്കേണ്ടവ. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പേപ്പേഴ്സ് ഓഫ് എഫിമറൽ ക്യാരക്ടേഴ്സ്, അതായത് താൽക്കാലിക സ്വഭാവമുള്ള പേപ്പറുകൾ പതിക്കേണ്ടതില്ല എന്നത്. അതിനാൽ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഈ കാറ്റഗറിയിലുള്ളവയുടെ ഡിസ്പോസലുകളാണ് XL, XN എന്ന് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് നടപടികൾ കൂടെ അവശേഷിക്കുന്നു. ഈ ഫൈനൽ ഡിസ്പോസൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഡിസ്പാച്ച് ഇൻസ്ട്രക്ഷൻസ്, അതായത് അയക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സെക്ഷൻ ക്ലർക്കിൻ്റേതാണ്. ഇനി ഒരു കേസ് തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അക്കാര്യം PR-ൻ്റെ ലാസ്റ്റ് കോളത്തിൽ എഴുതണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഈ ഫൈനൽ ഡിസ്പോസലിൻ്റെ നമ്പരും തീയതിയും അതിൻ്റെ സ്വഭാവം, അതായത് നാച്ചർ ഓഫ് ഡിസ്പോസൽ തുടങ്ങിയവയും PR-ൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ ഇവ ഇൻഡെക്സ് ചെയ്തിട്ടുള്ള പക്ഷം ഇൻഡെക്സ് സ്ലിപ്പിലും ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. ശ്രദ്ധിക്കുക, PR-ൻ്റെ ലാസ്റ്റ് കോളത്തിൽ എഴുതുന്ന പോലെ നമ്പർ, ഡേറ്റ് ആൻഡ് നാച്ചർ ഓഫ് ഡിസ്പോസൽ ഇൻഡെക്സ് സ്ലിപ്പിലും രേഖപ്പെടുത്തണം. ഡേറ്റ് ഓഫ് ഡിസ്പോസൽ എന്നത് ഒരു കേസിന്മേൽ ഓഫീസർ അന്തിമ തീരുമാനമെടുത്ത് ഒപ്പിടുന്ന ദിവസമാണ്. അതായത് ഒരു ഡിസ്പോസൽ ഓഫീസർ പാസ്സാക്കുന്ന ദിവസത്തെയാണ് ഡിസ്പോസൽ ഡേറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആൻഡ് അൺയൂഷ്വലി ലോങ് ലെറ്റേഴ്സ് ഡെലിവേർഡ് ടു ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ്റിലേക്ക് അയക്കേണ്ടതായ പ്രധാനപ്പെട്ടതും താരതമ്യേന വലുതുമായ ലെറ്ററുകൾ അതിൻ്റെ ഫെയർ കോപ്പീസ് ഡിസ്പാച്ചിന് തയ്യാറാവുന്ന ദിവസമാണ് ഡേറ്റ് ഓഫ് ഡിസ്പോസലായി രേഖപ്പെടുത്തേണ്ടത്. ശ്രദ്ധിക്കുക, സാധാരണഗതിയിൽ ഒരു ഓഫീസർ ഒരു കേസിന്മേൽ അന്തിമ തീരുമാനമെടുത്ത് അത് ഒപ്പിടുന്ന ദിവസമാണ് ഡേറ്റ് ഓഫ് ഡിസ്പോസലായി കണക്കാക്കുന്നത്. എന്നാൽ ചില സ്പെഷ്യൽ കേസുകളിൽ, അതായത് ഗവൺമെൻറ്റിലേക്ക് അയക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട ലെറ്ററുകളിൽ അത് ഡിസ്പാച്ചിന് തയ്യാറാക്കുന്ന ദിവസമാണ് ഡേറ്റ് ഓഫ് ഡിസ്പോസലായി രേഖപ്പെടുത്തേണ്ടത്. ഇൻഡെക്സ് ചെയ്യേണ്ട ഡിസ്പോസലുകൾ ഇൻഡെക്സ് സ്ലിപ്പിൽ ഡിസ്പോസൽ ഡേറ്റും നമ്പരും രേഖപ്പെടുത്തണമെന്ന് നമ്മൾ പറഞ്ഞു. ഇൻഡെക്സിങ് എന്താണെന്ന് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അടുക്കി സൂക്ഷിച്ചു വച്ചിട്ടുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനാണ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. നമ്മൾ ഡിസ്പോസലുകൾ എല്ലാം സ്ഥിരമായി സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് പഠിച്ചു. ചിലവ 1 വർഷം കഴിഞ്ഞ് നശിപ്പിക്കും, മറ്റു ചിലവ 3 വർഷം കഴിഞ്ഞ് നശിപ്പിക്കും. അതിനാൽ തന്നെ ദീർഘകാലം സൂക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇൻഡെക്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ R, D എന്നീ ടൈപ്പ് ഡിസ്പോസലുകൾ മാത്രമേ ഇൻഡെക്സ് ചെയ്യേണ്ടതുള്ളൂ. നമുക്കറിയാം R ഡിസ്പോസൽ എന്നാൽ സ്ഥിരമായി സൂക്ഷിക്കേണ്ടവയും D എന്നാൽ 10 വർഷം കഴിഞ്ഞ് നശിപ്പിക്കേണ്ടതുമാണ്. ഇനി മറ്റൊരു തരം ഡിസ്പോസൽ ഫയലിൽ സൂക്ഷിക്കേണ്ടതാണ്. അത് F ഡിസ്പോസലാണ്. അവയിൽ ബന്ധപ്പെട്ട അധികാരി ഇൻഡെക്സ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചാൽ മാത്രം അവ ഇൻഡെക്സ് ചെയ്യേണ്ടതാണ്. ഇതിനായി ഡിസ്പോസലിൽ I എന്ന് മാർക്ക് ചെയ്തിരിക്കും. ശ്രദ്ധിക്കുക, R ഡിസ്പോസലും D ഡിസ്പോസലും മാത്രമേ ഇൻഡെക്സ് ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ F ഡിസ്പോസലുകളിൽ I എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നവ മാത്രം ഇൻഡെക്സ് ചെയ്താൽ മതിയാകും. അവസാന ഉത്തരവിന് ശേഷം ഒരു ഫയൽ മടങ്ങി വരുമ്പോൾ ഇങ്ങനെ ഇൻഡെക്സ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ക്ലർക്ക് ഡ്യൂപ്ലിക്കേറ്റായി, അതായത് ഇരട്ടയായി ഇൻഡെക്സ് സ്ലിപ്പുകൾ തയ്യാറാക്കണം. എന്നിട്ട് അവയിൽ കറണ്ട് നമ്പർ, നാച്ചർ ഓഫ് ഡിസ്പോസൽ ആൻഡ് ഡേറ്റ് എന്നിവ രേഖപ്പെടുത്തണം.
തുടർന്ന് ഡ്യൂപ്ലിക്കേറ്റായി തയ്യാറാക്കപ്പെട്ട ഇൻഡെക്സ് സ്ലിപ്പുകളിൽ ഒന്ന് ഈ ഡിസ്പോസലിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് ഫെയർ കോപ്പി സെക്ഷൻ വഴി റെക്കോർഡ് കീപ്പറിന് അയച്ചു കൊടുക്കേണ്ടതാണ്. തുടർന്ന് മറ്റൊരു ഇൻഡെക്സ് സ്ലിപ്പ് അതത് ക്ലർക്ക് തന്നെ സൂക്ഷിക്കേണ്ടതുമാണ്. ഇങ്ങനെ ഓരോ ക്ലർക്കിൻ്റെ കൈവശവും ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കും. ഭാവിയിൽ ആവശ്യമായി വരുന്ന പക്ഷം ഈ ഇൻഡെക്സ് ഉപയോഗിച്ച് ഏത് സമയത്തും പ്രസ്തുത ഫയലുകൾ ക്ലർക്കിന് കണ്ടെത്താനും പരിശോധിക്കാനും സാധിക്കും. അപ്പോൾ ഇൻഡെക്സ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇൻഡെക്സ് സ്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റായി തയ്യാറാക്കുക, അവയിലൊന്ന് ബന്ധപ്പെട്ട ക്ലർക്ക് കൈവശം വച്ചേക്കുക, മറ്റേത് ഡിസ്പോസലിനോടൊപ്പം റെക്കോർഡ് കീപ്പറിന് അയച്ചു കൊടുക്കുക. ഇനി പേപ്പറുകൾ അയച്ചതിന് ശേഷം നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. ഓഫീസ് സെക്ഷനിൽ നിന്നും മടങ്ങി വരുന്ന ഡ്രാഫ്റ്റുകളുടെ ഓഫീസ് കോപ്പിയും അതിൻ്റെ എൻക്ലോഷറുകളും അതത് കേസുകളോടൊപ്പം തിരികെ വയ്ക്കുക. അവസാന ഡിസ്പോസൽ ആകാത്ത കേസുകളാണെങ്കിൽ അവ സൈഡ് റാക്കിലാണ് വയ്ക്കേണ്ടത്. എന്നാൽ അവസാന തീർപ്പ് കൽപ്പിച്ച കേസുകൾ ബന്ധപ്പെട്ട ക്ലർക്ക് പരിശോധിക്കേണ്ടതും ഡിസ്പാച്ച് ശരിയായിട്ടാണ് ചെയ്തതെന്നും കോൾ ബുക്കിൽ ആവശ്യമായ എൻട്രികൾ നടത്തിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. തുടർന്ന് നോട്ട് ഫയൽ ആദ്യവും കറണ്ട് ഫയൽ അതിന് താഴെയും വരത്തക്കവണ്ണം അറേഞ്ച് ചെയ്യണം. ഇതിൽ ആർ ഡിസ്പോസലും ഡി ഡിസ്പോസലുകളും ബ്രൗൺ പേപ്പർ ഡിസ്പോസൽ ജാക്കറ്റിൽ വച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, അവസാന തീർപ്പാകാത്ത കേസുകൾ സൈഡ് റാക്കിലാണ് വയ്ക്കേണ്ടത്. എന്നാൽ അവസാന തീർപ്പ് കൽപ്പിച്ച കേസുകൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം നോട്ട് ഫയൽ ആദ്യവും കറണ്ട് ഫയൽ താഴെയും വരത്തക്കവണ്ണം അറേഞ്ച് ചെയ്യണം. ഇവ ആറോ ഡിയോ ഡിസ്പോസലുകളാണെങ്കിൽ ബ്രൗൺ പേപ്പർ ഡിസ്പോസൽ ജാക്കറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതുമാണ്. അങ്ങനെ ബ്രൗൺ പേപ്പർ ഡിസ്പോസൽ ജാക്കറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഡിസ്പോസൽ ജാക്കറ്റുകളുടെ പുറത്ത് ഓഫീസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേര്, ആർ ഡിസ്പോസലോ ഡി ഡിസ്പോസലോ എന്ന് സൂചിപ്പിക്കുന്ന ലെറ്റർ, തുടർന്ന് കറണ്ട് നമ്പർ, ഡേറ്റ് ഓഫ് ഡിസ്പോസൽ, കറണ്ട് ഫയലിലെയും നോട്ട് ഫയലിലെയും പേജുകളുടെ എണ്ണം ഇവ പ്രത്യേകം കൊടുക്കണം. ഇയർ ഓഫ് ഡിസ്ട്രക്ഷൻസ്, അതായത് പ്രസ്തുത ഫയൽ നശിപ്പിക്കേണ്ട വർഷം എന്നിവ രേഖപ്പെടുത്തും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഡിസ്പോസൽ ജാക്കറ്റിൻ്റെ പുറത്ത് എഴുതേണ്ടത് ഓഫീസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേര്, നാച്ചർ ഓഫ് ഡിസ്പോസൽ കാണിക്കുന്ന ലെറ്റർ, തുടർന്ന് കറണ്ട് നമ്പർ, ഡേറ്റ് ഓഫ് ഡിസ്പോസൽ, കറണ്ട് ഫയലിലെയും നോട്ട് ഫയലിലെയും പേജുകളുടെ എണ്ണം, ഇയർ ഓഫ് ഡിസ്ട്രക്ഷൻ എന്നിവയാണ്. ജാക്കറ്റിൻ്റെ അകവശത്ത് ഇതുമായി ബന്ധപ്പെട്ടതോ സമാന സ്വഭാവമുള്ളതോ ആയ ഫയലുകളുടെ നമ്പർ, അതായത് ബാക്ക് നമ്പർ നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ബാക്ക് നമ്പർ ഫയലുകളുടെ ജാക്കറ്റിൻ്റെ അകവശത്തും ഈ ഡിസ്പോസൽ നമ്പർ ഒരു ഫോർവേഡ് നമ്പറായി രേഖപ്പെടുത്തണം. ഇത്തരത്തിൽ പരസ്പരമുള്ള ബന്ധപ്പെടുത്തലിനെ ചെയിനിങ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ജാക്കറ്റിൻ്റെ അകവശത്ത് ബാക്ക് ഫയലിൻ്റെ നമ്പർ രേഖപ്പെടുത്തുക. അതുപോലെ ബാക്ക് ഫയലിൻ്റെ ജാക്കറ്റിൻ്റെ അകവശത്തും ഈ ഡിസ്പോസൽ നമ്പറും രേഖപ്പെടുത്തുക. ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് ഇവ പരിശോധിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധമുള്ളതാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ ഇങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്തുന്നതിനെ ആണ് ചെയിനിങ് എന്ന് പറയുന്നത്. ആർ ഡി ഡിസ്പോസൽ ഫയലുകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ കെ എൽ എഫ് തുടങ്ങിയ ഡിസ്പോസൽ ഫയലുകൾക്ക് ഡിസ്പോസൽ ജാക്കറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഡിസ്പോസൽ ജാക്കറ്റ് ഇല്ലാത്തതിനാൽ ഡിസ്പോസൽ നമ്പർ, ഡേറ്റ്, ഫയലുകളുടെ നമ്പർ ഓഫ് പേജസ് എന്നിവ ഫയലിൻ്റെ പേപ്പറുകളിൽ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. ഒരു ഫൈനൽ ഡിസ്പോസലിനെ റെക്കോർഡ് സെക്ഷനിലേക്ക് അയക്കുന്നത് ഫെയർ കോപ്പി സെക്ഷൻ വഴിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മേൽ നടപടികളൊന്നും തന്നെ എടുക്കാനില്ല എന്ന് ബന്ധപ്പെട്ട സൂപ്രണ്ട് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഒരു ഫയൽ ഫെയർ കോപ്പി സെക്ഷനിലേക്ക് അയക്കേണ്ടത്. ഇങ്ങനെ അയക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ സൂക്ഷിക്കുന്ന ക്ലർക്കിൽ നിന്നും പേഴ്സണൽ രജിസ്റ്ററിൻ്റെ അവസാനത്തെ കോളത്തിൽ അക്നോളജ്മെൻറ്റ് വാങ്ങണം. പിന്നീട് ഫെയർ കോപ്പി സെക്ഷനിൽ നിന്നും ഇത് റെക്കോർഡ് സെക്ഷനിൽ നൽകുമ്പോൾ റെക്കോർഡ് കീപ്പറിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ അക്നോളജ്മെൻറ്റ് വാങ്ങണം.
ശ്രദ്ധിക്കുക, ഒരു ഫൈനൽ ഡിസ്പോസൽ ഫയലിൽ എല്ലാ നടപടികളും പൂർത്തിയായി എന്ന് സെക്ഷൻ സൂപ്രണ്ട് ഉറപ്പുവരുത്തുന്നു. തുടർന്ന് ഫെയർ കോപ്പി സെക്ഷനിലേക്ക് അയക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിൽ നിന്നും പേഴ്സണൽ രജിസ്റ്ററിൽ അക്നോളജ്മെൻറ്റ് വാങ്ങണം. ഫെയർ കോപ്പി സെക്ഷൻ അത് റെക്കോർഡ് സെക്ഷനിലേക്ക് അയക്കും. റെക്കോർഡ് കീപ്പറിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ അക്നോളജ്മെൻറ്റ് വാങ്ങണം. ഫയൽ മൂവ്മെൻറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. എന്താണ് ഈ പ്രീമച്വർ ഡിസ്പോസൽ? അതായത് ദീർഘകാലമായി പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു കറണ്ട് അകാരണമായി ക്ലോസ് ചെയ്ത് പുതിയൊരു കറണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെയാണ് പ്രീമച്വർ ഡിസ്പോസൽ എന്ന് പറയുന്നത്. അതായത് ചില കേസുകൾ എന്തെങ്കിലും കാരണവശാൽ ദീർഘകാലമായി പെൻഡിങ്ങിൽ കിടക്കാറുണ്ട്. അത്തരം സന്ദർഭത്തിൽ ചിലപ്പോൾ അവ ക്ലോസ് ചെയ്ത് പുതുതായി ആരംഭിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഇതിനെയാണ് പ്രീമച്വർ ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഇത് ഒരു കാരണവശാലും പാടില്ല എന്നതാണ് ചട്ടം. നമുക്ക് അടുത്ത് പഠിക്കേണ്ട ഭാഗമാണ് ഫോംസ് ആൻഡ് റൂൾസ് ഓഫ് കറസ്പോണ്ടൻസ്. അത് നമുക്ക് നോക്കാം. ഒരു ഓഫീസ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സർക്കാരുമായോ മറ്റു ഓഫീസുകളുമായോ സ്വകാര്യ വ്യക്തികളുമായോ മേലധികാരി തൻ്റെ സബോർഡിനേറ്റുകളുമായിട്ടോ എല്ലാം ആശയവിനിമയം നടത്താറുണ്ട്. ഇതാണ് കറസ്പോണ്ടൻസ്. ഇതിൻ്റെ സ്വഭാവം അനുസരിച്ച് കറസ്പോണ്ടൻസുകളെ പലതായി തിരിച്ചിട്ടുണ്ട്. അവ ഓരോന്നും നമുക്ക് വിശദമായി പഠിക്കാം. ഈ ഭാഗത്തു നിന്നും സ്ഥിരമായ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് പ്രവർത്തനത്തിലും ഇത് വളരെ പ്രയോജനകരമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോംസ് ഓഫ് കറസ്പോണ്ടൻസുകളാണ് ലെറ്റർ ഫോം, പ്രൊസീഡിങ്സ് ഫോം, മെമ്മറാണ്ടം ഫോം, എൻഡോഴ്സ്മെൻറ്റ് ഫോം, ഡെമി ഒഫീഷ്യൽ ഫോം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടു നോൺ ഒഫീഷ്യൽസ്. ഇനി ഇവ ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യത്തേത് ലെറ്റർ ഫോമാണ്. ഇനി പറയുന്ന വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ സംബോധന ചെയ്യുവാനാണ് ലെറ്റർ ഫോം ഉപയോഗിക്കുന്നത്. ഒന്ന് ഗവൺമെൻറ്. ഇപ്പോൾ സർക്കാരിനെ നമുക്ക് സംബോധന ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ലെറ്റർ ഫോം ഉപയോഗിക്കും. രണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ. PSCയുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും നമ്മൾ ലെറ്റർ ഫോമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ആൻ ഈക്വൽ ഓർ ഹയർ അതോറിറ്റി ഇൻ ദ സെയിം ഓർ അനദർ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് സെയിം ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതോ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളതോ ആയ തുല്യ നിലയിലുള്ളതോ ഉയർന്ന നിലയിലുള്ളതോ ആയ അധികാരികളെ സംബോധന ചെയ്യേണ്ടി വരുമ്പോഴും ലെറ്റർ ഫോമാണ് ഉപയോഗിക്കുന്നത്. നാലാമതായിട്ട് ദ ബോർഡ് ഓഫ് റവന്യൂ ബോർഡുമായി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരുമ്പോഴും ലെറ്റർ ഫോമാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കണം, സർക്കാരുമായിട്ടോ പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ടോ റവന്യൂ ബോർഡുമായിട്ടോ അതുപോലെ തന്നെ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതോ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലോ ഉള്ളതുമായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സമയത്തും ലെറ്റർ ഫോമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ആൻ ഓഫീസർ നോട്ട് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് കേരള. കേരള സർക്കാരിൻ്റെ ഭരണപരമായ നിയന്ത്രണത്തിലല്ലാത്ത ഒരു ഓഫീസർ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായി വരുമ്പോൾ ഓർക്കുക, അദ്ദേഹം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന ആളല്ല. ആ സമയത്തും നമ്മൾ ലെറ്റർ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെയോ വൈസ് ചാൻസലറെയോ സംബോധന ചെയ്യേണ്ടി വരുമ്പോഴും ലെറ്റർ ഫോമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സംസ്ഥാന നിയമസഭാ അംഗത്തെയോ പാർലമെൻറ്റ് അംഗത്തെയോ അതായത് MLA MP എന്നിവരെ സംബോധന ചെയ്യേണ്ടി വരുമ്പോഴും ലെറ്റർ ഫോമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ദ പ്രസിഡൻറ്റ് ഓർ ചെയർമാൻ ഓഫ് എനി ലോക്കൽ സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയോ സഹകരണ സംഘത്തിൻ്റെയോ പ്രസിഡൻറ്റിനെയോ ചെയർമാനെയോ സംബോധന ചെയ്യേണ്ടി വരുമ്പോഴും ലെറ്റർ ഫോം ഉപയോഗിക്കും. അതുപോലെ എ നോൺ ഒഫീഷ്യൽ അസോസിയേഷൻ അവരെയും അഭിസംബോധന ചെയ്യുമ്പോൾ ലെറ്റർ ഫോമാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ്, PSC, റവന്യൂ ബോർഡ്, വൈസ് ചാൻസലർ ആൻഡ് രജിസ്ട്രാർ ഓഫ് യൂണിവേഴ്സിറ്റി, MLA, MP, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പ്രസിഡൻറ്റ്സ് ആൻഡ് ചെയർമാൻ എന്നിവരെ അഭിസംബോധന ചെയ്യുമ്പോഴും
ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതോ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളതോ ആയ ഈക്വൽ ഓർ ഹയർ അതോറിറ്റീസിനെ അഭിസംബോധന ചെയ്യുമ്പോഴും ഒരു നോൺ ഒഫീഷ്യൽ അസോസിയേഷനെ അഭിസംബോധന ചെയ്യുമ്പോഴും ഒക്കെ ലെറ്റർ ഫോമാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊസീഡിംഗ് ഫോം, അതായത് നടപടിക്രമം. ഒരു ഓഫീസ് തലവൻ തൻ്റെ നിയമപരമായ അധികാരം, അതായത് സ്റ്റാറ്റ്യൂട്ടറി പവർ ഉപയോഗിച്ച് തൻ്റെ തീരുമാനം രേഖപ്പെടുത്തുമ്പോഴും തൻ്റെ എക്സിക്യൂട്ടീവ് ഡിസിഷൻസ്, അതായത് കാര്യനിർവഹണ തീരുമാനങ്ങൾ രേഖപ്പെടുത്തുമ്പോഴും ഒക്കെ പ്രൊസീഡിംഗ് ഫോമാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് മെമ്മോറാണ്ടം ഫോം. ഒരു ഓഫീസിലെ ഇൻറ്റേർണൽ യൂസിനാണ് മെമ്മോ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഓഫീസിലെ വിവിധ സെക്ഷനുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഈ മെമ്മോ ഉപയോഗിക്കും. അതുപോലെ തന്നെ ചാർജ് മെമ്മോ, അതായത് കുറ്റപത്ര മെമ്മോകളും ഷോക്കേസ് നോട്ടീസുകളും നൽകുവാനും ഈ ഫോമാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എൻഡോസ്മെൻറ്റ് ഫോം, അതായത് മേലെഴുത്ത്. ഒരു പേപ്പർ തൻ്റെ സബോർഡിനേറ്റ് ഓഫീസറുടെ അഭിപ്രായക്കുറിപ്പിനായിട്ടോ അല്ലെങ്കിൽ അറിവിനോ തീർപ്പിനോ അയക്കുമ്പോഴാണ് ഈ മാതൃക സ്വീകരിക്കുന്നത്. അതായത് ഒരു ഓഫീസിൽ ഒരു ഹർജി ലഭിച്ചാൽ തൻ്റെ കീഴുദ്യോഗസ്ഥനിൽ നിന്നും അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് വാങ്ങണമെങ്കിൽ ആ ഹർജിയിൽ തന്നെ ഒരു നിർദ്ദേശം എഴുതി കീഴുദ്യോഗസ്ഥന് അയക്കാറുണ്ട്. ഇങ്ങനെ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഹർജിയിൽ തന്നെ ഒരു നിർദ്ദേശം എഴുതി കീഴുദ്യോഗസ്ഥർക്ക് അയക്കുന്നതിനെയാണ് മേലെഴുത്ത് എന്ന് പറയുന്നത്. ഒറിജിനൽ പേപ്പർ തന്നെ അഭിപ്രായക്കുറിപ്പിനായി അയക്കുമ്പോൾ അതിനെ എൻ റെഫറൻസ് എന്ന് പറയുന്നു. എന്നാൽ അറിവിനോ തീർപ്പിനോ ആണ് അയക്കുന്നതെങ്കിൽ എൻ ഡിസ്പോസൽ എന്നും പറയുന്നു. അടുത്തത് ഡെമി ഒഫീഷ്യൽ ഫോം. ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ലാതെ ഒരു ഓഫീസറെയോ പൊതുജനങ്ങളിൽ ആരെയെങ്കിലുമോ അഭിസംബോധന ചെയ്യാനാണ് ഈ മാതൃക ഉപയോഗിക്കുന്നത്. സംബോധന ചെയ്യപ്പെട്ട ആളിൻ്റെ വ്യക്തിപരമായ ശ്രദ്ധ ആവശ്യമുള്ള കാര്യമോ അല്ലെങ്കിൽ അയാളുമായി നടത്തപ്പെടുന്ന ആശയവിനിമയം ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടുത്തുന്നത് ആശാസ്യമല്ല എങ്കിൽ എന്ന് കരുതുമ്പോഴോ ആണ് ഈ മാതൃക സ്വീകരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻസ് ടു നോൺ ഒഫീഷ്യൽസ്. നോൺ ഒഫീഷ്യൽസിനെ സംബോധന ചെയ്യുന്നതിനായി ലെറ്റർ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗവൺമെൻറ് ഓഫീസേഴ്സിന് സംബോധന ചെയ്യുന്ന ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ കോപ്പികൾ ഒന്നും തന്നെ നോൺ ഒഫീഷ്യൽസിന് അയക്കാൻ പാടുള്ളതല്ല. കമ്മ്യൂണിക്കേഷൻസ് തയ്യാറാക്കുമ്പോൾ ചില റൂളുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓരോ വകുപ്പിൻ്റെയും തലവന്മാർ മാത്രമേ സർക്കാരിന് നേരിട്ട് സംബോധന ചെയ്യുവാൻ പാടുള്ളൂ. റീജിയണൽ ഓഫീസർമാരോ ഡിസ്ട്രിക്ട് ഓഫീസർമാരോ HOD മുഖാന്തരം മാത്രമേ സർക്കാരുമായി ബന്ധപ്പെടാൻ പാടുള്ളൂ. അതായത് സർക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വകുപ്പ് തലവൻ മുഖേന മാത്രമേ അത് ചെയ്യാവൂ എന്ന് ശ്രദ്ധിക്കുക. എന്നാൽ വർക്ക്മെൻ കോമ്പൻസേഷൻ നൽകുവാൻ ചുമതലപ്പെട്ട കമ്മീഷണർമാർക്ക് സർക്കാരിനെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഉന്നതാധികാരികളെ സംബോധന ചെയ്യുന്ന കത്തുകൾ ഓഫീസ് തലവൻ മാത്രമേ ഒപ്പിടാൻ പാടുള്ളൂ. അതുപോലെ ഒരു ഓഫീസിൽ നിന്നും പുറപ്പെടുവിക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഓഫീസ് തലവൻ്റെ പേരിലായിരിക്കണം. ഇതിൽ ഒപ്പിടേണ്ടതും ഓഫീസ് ഹെഡായിരിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ മറ്റാരെങ്കിലുമാണ് ഒപ്പിടുന്നതെങ്കിൽ ഓഫീസ് ഹെഡിൻ്റെ ഡെസിഗ്നേഷന് മുമ്പിലായി 4 എന്ന് എഴുതേണ്ടതാണ്. ഉദാഹരണത്തിന് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നും പുറപ്പെടുവിക്കുന്ന എല്ലാ ഉത്തരവുകളും അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതായിരിക്കും. അതുപോലെ കഴിയുന്നതും അദ്ദേഹം തന്നെ ഒപ്പിടുകയും ചെയ്യും. ഇനി എന്തെങ്കിലും കാരണവശാൽ മറ്റാരെങ്കിലുമാണ് ഒപ്പിടുന്നതെങ്കിൽ ജില്ലാ കളക്ടർ എന്ന ഡെസിഗ്നേഷന് മുമ്പിൽ 4 എന്ന് എഴുതിയതിന് ശേഷമാണ് ഒപ്പിടേണ്ടത്. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി പവർ ഉപയോഗിച്ച് പാസ്സാക്കുന്ന എല്ലാ ഉത്തരവുകളിലും ഓഫീസ് ഹെഡ് തന്നെ ഒപ്പിടേണ്ടതാണ്. മറ്റൊരു കാര്യം, കോർപ്പറേഷൻ കമ്മീഷണറെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിനായി മേയറെ സംബോധന ചെയ്തുകൊണ്ടുള്ള കവറിലാണ് അയക്കേണ്ടത്. അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ മുഖേന മുനിസിപ്പൽ കമ്മീഷണറെ സംബോധന ചെയ്യുന്നതിനായി ചെയർമാനെ അഭിസംബോധന ചെയ്യുന്ന കവറിലാണ് അയക്കേണ്ടത്. അതുപോലെ PSCയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ PSC സെക്രട്ടറിയെ സംബോധന ചെയ്താണ് കമ്മ്യൂണിക്കേഷൻ അയക്കേണ്ടത്. ബോർഡ് ഓഫ് റവന്യൂ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും
സെക്രട്ടറി ഓഫ് ദ ബോർഡിനെ സംബോധന ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ അയക്കേണ്ടത്. ഹൈക്കോർട്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഹൈക്കോർട്ട് രജിസ്ട്രാറെ സംബോധന ചെയ്താണ് കമ്മ്യൂണിക്കേഷൻ അയക്കേണ്ടത്. ഇക്കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇവയെല്ലാം എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്നവയാണ്. ഇനി നമുക്ക് ഇന്നത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ ഓപ്ഷൻസ് പറയുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ ഫോം ഓഫ് കറസ്പോണ്ടൻസ് ടു ദ വൈസ് ചാൻസലർ ഓഫ് എ യൂണിവേഴ്സിറ്റി? ഓപ്ഷൻ എ ലെറ്റർ, ഓപ്ഷൻ ബി ഡെമി ഒഫീഷ്യൽ, ഓപ്ഷൻ സി പ്രൊസീഡിങ്സ്, ഓപ്ഷൻ ഡി മെമ്മോറാണ്ടം. അപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിനെ സംബോധന ചെയ്യുമ്പോഴുള്ള ഫോം ഓഫ് കറസ്പോണ്ടൻസ് എന്തെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ എ ലെറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ ഡിസ്പോസൽസ് ആർ ടു ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ഡേഷ്? ഓപ്ഷൻ എ 5 years, ഓപ്ഷൻ ബി റീറ്റെയിൻ പെർമനൻ്റ്ലി, ഓപ്ഷൻ സി 7 years, ഓപ്ഷൻ ഡി 10 years. അപ്പോൾ ആ ഡിസ്പോസലുകൾ ഡിസ്ട്രോയ് ചെയ്യേണ്ടവയല്ല എന്ന് നമ്മൾ പഠിച്ചു. സോ ആൻസർ ഓപ്ഷൻ ബി റീറ്റെയിൻ പെർമനൻ്റ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോം ഓഫ് കറസ്പോണ്ടൻസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡേഴ്സ് പാസ്ഡ് ബൈ ദ ഹെഡ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എക്സസൈസ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി പവർ? ഓപ്ഷൻ എ എൻഡോഴ്സ്മെൻറ്റ് ഫോം, ഓപ്ഷൻ ബി ലെറ്റർ ഫോം, ഓപ്ഷൻ സി മെമ്മോറാണ്ടം ആൻഡ് ഓപ്ഷൻ ഡി പ്രൊസീഡിങ്സ്. അതായത് ഒരു ഓഫീസ് തലവൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പവർ ഉപയോഗിച്ച് ഒരു ഓർഡർ പാസ്സാക്കുന്നത് ഏത് ഫോം ഓഫ് കറസ്പോണ്ടൻസിലാണ്? ആൻസർ ഓപ്ഷൻ ഡി പ്രൊസീഡിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, അൺഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ഫ്രം എ ഗവൺമെൻറ് ഒഫീഷ്യൽ ടു അനദർ വിത്തൗട്ട് ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ആൻഡ് വിത്ത് എ പേഴ്സണൽ ടച്ച് ഈസ് കോൾഡ്? ഓപ്ഷൻ എ പേഴ്സണൽ, ഓപ്ഷൻ ബി കോൺഫിഡൻഷ്യൽ ആൻഡ് ഓപ്ഷൻ സി ഡെമി ഒഫീഷ്യൽ, ഓപ്ഷൻ ഡി ഫ്രണ്ട്ലി ലെറ്റർ. അതായത് ഒരു ഗവൺമെൻറ് ഓഫീസിൽ നിന്നും ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ലാതെയും വ്യക്തിപരമായും ഒരു കമ്മ്യൂണിക്കേഷൻ അയക്കുന്നതിന് ഏത് മാതൃകയാണ് ഉപയോഗിക്കുന്നത്? ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ സി ഡെമി ഒഫീഷ്യൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a file closed in K disposal should be kept for dash years? Option A 1 year, option B 3 years, option C 2 years, option D 5 years. K ഡിസ്പോസലുകൾ 3 വർഷമാണ് സൂക്ഷിക്കുന്നത് നമുക്കറിയാം. സോ ദ ആൻസർ ഓപ്ഷൻ ബി 3 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വേ എ ടെലിഫോണിക് മെസ്സേജ് ഡെൽറ്റ് വിത്ത്? ഓപ്ഷൻ എ ഡെമി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ ബി എൻഡോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ സി ലെറ്റർ റിസീവ്ഡ് ഇൻ ലോക്കൽ ഡെലിവറി ആൻഡ് ഓപ്ഷൻ ഡി ലെറ്റർ. അതായത് ഒരു ടെലിഫോണിക് മെസ്സേജിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ആൻസർ ഓപ്ഷൻ എ ഡെമി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ഫയൽ ഈസ് ഫൈനലി ഡിസ്പോസ്ഡ് ഓഫ്, ദ ഫയൽ വിത്ത് എ കോപ്പി ഓഫ് ഡേഷ് ഈസ് സെൻഡ് ടു റെക്കോർഡ് റൂം? ഓപ്ഷൻ എ ഡിസ്പോസൽ ജാക്കറ്റ്, ഓപ്ഷൻ ബി ഇൻഡെക്സ് സ്ലിപ്പ്, ഓപ്ഷൻ സി എക്കോണമി സ്ലിപ്പ്, ഓപ്ഷൻ ഡി ഫെയർ കോപ്പി. ഒരു ഫയൽ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഡെക്സ് സ്ലിപ്പിൻ്റെ കോപ്പിയോടൊപ്പമാണ് റെക്കോർഡ് റൂമിലേക്ക് അയക്കേണ്ടതെന്ന് പഠിച്ചു. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി ഇൻഡെക്സ് സ്ലിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഡിസ്പോസൽ ഈസ് ടു ബി സെൻഡ് ഔട്ട് ഇൻ ഒറിജിനൽ? ഓപ്ഷൻ എ എൻ ഡിസ്പോസൽ, ഓപ്ഷൻ ബി എക്സ് ഡിസ്പോസൽ, ഓപ്ഷൻ സി എൽ ഡിസ്പോസൽ ആൻഡ് ഓപ്ഷൻ ഡി ഡി ഡിസ്പോസൽ. അപ്പോൾ ഏത് തരം ഡിസ്പോസലാണ് ഒറിജിനൽ അയക്കേണ്ടത്? അത് നമുക്കറിയാം. ഓപ്ഷൻ എ എൻ ഡിസ്പോസൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്പോസൽസ് ആർ ടു ബി പുട്ട് ഇൻ ടു ബ്രൗൺ പേപ്പർ ജാക്കറ്റ്സ് ആൻഡ് സ്റ്റിച്ച്? ഓപ്ഷൻ എ എൽ ഡിസ്പോസൽ, ഓപ്ഷൻ ബി ആർ ആൻഡ് ഡി ഡിസ്പോസൽ, ഓപ്ഷൻ സി എക്സൽ ഡിസ്പോസൽ, ഓപ്ഷൻ ഡി എക്സ് എൻ ഡിസ്പോസൽ. അപ്പോൾ ഏതൊക്കെ ഡിസ്പോസൽസ് ആണ് ബ്രൗൺ ജാക്കറ്റ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്? നമുക്ക് ആൻസർ അറിയാം. ഓപ്ഷൻ ബി ആർ ആൻഡ് ഡി ഡിസ്പോസൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ഫോർ സീക്കിംഗ് ദ റിമാർക്സ് ഫ്രം ഹിസ് സബോർഡിനേറ്റ് ഓഫീസർ? ഓപ്ഷൻ എ ഡെമി ഒഫീഷ്യൽ,
ഓപ്ഷൻ ബി സ്പെഷ്യൽ ലെറ്റർ, ഓപ്ഷൻ സി എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി നോട്ട്. ഒരു കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് തൻ്റെ സബോർഡിനേറ്റ് ഓഫീസറിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാതൃക ഏതാണ്? ആൻസർ ഓപ്ഷൻ സി എൻഡോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടോപ്പിക്സ് ക്യാൻ ബി ഡെൽറ്റ് വിത്തിൻ വൺ ലെറ്റർ നോർമലി? ഓപ്ഷൻ എ as many as possible, ഓപ്ഷൻ ബി മാക്സിമം 2, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 5. സാധാരണയായി ഒരു ലെറ്ററിൽ എത്ര ടോപ്പിക്സ് ആണ് ഉൾപ്പെടുത്തുന്നത്? ആൻസർ ഓപ്ഷൻ സി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, all communications are to be sent from the office in the name of dash. Option A section superintendent, option B any gazetted officer, option D head of office, option D no such restrictions. അപ്പോൾ ഒരു ഓഫീസിൽ നിന്നുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഓഫീസ് തലവൻ്റെ പേരിലാണ് അയക്കുന്നത് നമ്മൾ പഠിച്ചു. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി ഹെഡ് ഓഫ് ഓഫീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the salutation form of letter addressed to a lady? Option A madam, option B sir, option C Mrs. and option D ശ്രീമതി. ഒരു വനിതയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന സല്യൂട്ടേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മാഡം. അടുത്ത ക്വസ്റ്റ്യൻ, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ടു KPSC ഷുഡ് ബി അഡ്രസ്ഡ് ടു. ഓപ്ഷൻ എ ചെയർമാൻ, ഓപ്ഷൻ ബി സെക്രട്ടറി, ഓപ്ഷൻ സി ഡെപ്യൂട്ടി സെക്രട്ടറി, ഓപ്ഷൻ ബി കൺട്രോളർ ഓഫ് എക്സാംസ്. അപ്പോൾ KPSCയിലേക്ക് അയക്കുന്ന കമ്മ്യൂണിക്കേഷൻസിൽ ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, മെമ്മറാണ്ടം ഫോം ഓഫ് കറസ്പോണ്ടൻസ് ക്യാൻ ബി സൈൻഡ് ബൈ ഡേഷ്. ഓപ്ഷൻ എ ഫെയർ കോപ്പി സൂപ്രണ്ട്, ഓപ്ഷൻ ബി സെക്ഷൻ ക്ലർക്ക്, ഓപ്ഷൻ സി ഹെഡ് ഓഫ് ഓഫീസ് ആൻഡ് ഓപ്ഷൻ ഡി സെക്ഷൻ സൂപ്രണ്ട്. മെമ്മറാണ്ടം ഫോം സൈൻ ചെയ്യേണ്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ ക്ലർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോം ഓഫ് സല്യൂട്ടേഷൻ ഓഫ് ഒഫീഷ്യൽ ലെറ്റേഴ്സ്? ഓപ്ഷൻ എ ഡിയർ ഫ്രണ്ട്, ഓപ്ഷൻ ബി ഡിയർ മാഡം, ഓപ്ഷൻ സി സർ ആൻഡ് ഓപ്ഷൻ ഡി ഡിയർ സർ. അതായത് ഒഫീഷ്യൽ ലെറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന സല്യൂട്ടേഷൻ എന്താണ്? ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ സി സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഡിസ്പോസൽ ഓഫ് എ ഫയൽ the same has to be sent to fair copy section to obtain dash in the personal register. Option A receipt, option B acknowledgement, option C noting and option D report. ഡിസ്പോസലിന് ശേഷം ഫെയർ കോപ്പി സെക്ഷനിൽ അയക്കുമ്പോൾ പേഴ്സണൽ രജിസ്റ്ററിൽ അക്നോളജ്മെൻറ്റ് വാങ്ങണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി അക്നോളജ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the final decision of the head of the office is called dash. Option A decision, option B correspondence, option C draft and option D disposal. ഒരു വിഷയത്തിൽ ഒരു ഓഫീസ് തലവൻ്റെ ഫൈനൽ ഡിസിഷനെ ഡിസ്പോസൽ എന്നാണ് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി ഡിസ്പോസൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the purpose which are not number in the office. Option A L disposal, option B N disposal, option C XN disposal and option D K disposal. ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ സി XN disposal. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൈൻഡ് ഓഫ് ഡിസ്പോസൽ ആർ ടു ബി ഇൻഡെക്സ്ഡ് കമ്പൽസറിലി? ഓപ്ഷൻ എ ആർ ആൻഡ് ഡി ഡിസ്പോസൽസ്, ഓപ്ഷൻ ബി XL disposal, ഓപ്ഷൻ സി F disposal ആൻഡ് ഓപ്ഷൻ ഡി എൽ ഡിസ്പോസൽ. അതായത് നിർബന്ധമായും ഇൻഡെക്സ് ചെയ്യേണ്ട ഡിസ്പോസൽസ് ഏതാണ്? അത് നമുക്കറിയാം, ഓപ്ഷൻ എ ആർ ആൻഡ് ഡി ഡിസ്പോസൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പർ ഓഫ് ഇൻഡെക്സ് സ്ലിപ്സ് ആർ പ്രിപ്പയർഡ് ബൈ ദ ക്ലർക്ക്? ഓപ്ഷൻ എ ഒറിജിനൽ ഒള്ളി, ഓപ്ഷൻ ബി ഡ്യൂപ്ലിക്കേറ്റ്, ഓപ്ഷൻ സി ട്രിപ്ലിക്കേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ക്വാഡ്രുപ്ലിക്കേറ്റ്. ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ ബി ഡ്യൂപ്ലിക്കേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്ലോസിംഗ് ഓഫ് എ കറണ്ട് മിയർലി ബിക്കോസ് ഇറ്റ് ഈസ് പെൻഡിങ് ഫോർ എ ലോങ് പീരീഡ് ഈസ് കാൾഡ്. ഓപ്ഷൻ എ ഏർലി ക്ലോസിംഗ്, ഓപ്ഷൻ ബി ഫൈനൽ ക്ലോസിംഗ്,
ഓപ്ഷൻ സി പ്രിമച്വർ ഡിസ്പോസൽ ആൻഡ് ഓപ്ഷൻ ഡി എമർജൻസി ഡിസ്പോസൽ. ഒരു ഫയൽ ദീർഘനാളായി പെൻഡിങ്ങിൽ ഇരിക്കുന്നു എന്ന കാരണത്താൽ അതിനെ അകാരണമായി ക്ലോസ് ചെയ്യുന്നതിനെ പ്രിമച്വർ ഡിസ്പോസൽ എന്നാണ് പറയുന്നതെന്ന് നമ്മൾ പഠിച്ചു. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി പ്രിമച്വർ ഡിസ്പോസൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോം യൂസ്ഡ് ഫോർ എ ട്രാൻസ്ഫർ ഓർഡർ ബൈ ആൻ ഓഫീസ്. ഓപ്ഷൻ എ ലെറ്റർ ഫോം, ഓപ്ഷൻ ബി എൻഡോസ്മെൻറ്റ്, ഓപ്ഷൻ സി നോട്ട് ആൻഡ് ഓപ്ഷൻ ഡി പ്രൊസീഡിംഗ് ഫോം. അതായത് ഒരു ഓഫീസിൽ നിന്ന് ഒരു ജീവനക്കാരനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഫോം ഓഫ് കറസ്പോണ്ടൻസ് ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി പ്രൊസീഡിങ്സ് ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, മെമ്മറാണ്ടം ഫോം വിൽ ബി യൂസ്ഡ് ഫോർ ഡാഷ്. ഓപ്ഷൻ എ ഇൻറ്റേർണൽ യൂസ്, ഓപ്ഷൻ ബി ഗവൺമെൻറ് യൂസ്, ഓപ്ഷൻ സി പബ്ലിക് യൂസ് ആൻഡ് ഓപ്ഷൻ ഡി പ്രൈവറ്റ് യൂസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഓഫീസിൻ്റെ ഇൻറ്റേർണൽ യൂസിന് വേണ്ടിയിട്ടാണ് മെമ്മറാണ്ടം ഫോം ഉപയോഗിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ ഇൻറ്റേർണൽ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, ഓർഡിനറി ലെറ്റേഴ്സ് ക്യാൻ ബി സൈൻഡ് ബൈ ഡാഷ്. ഓപ്ഷൻ എ സൂപ്രണ്ട്, ഓപ്ഷൻ ബി ഓഫീസർ ടു ഹൂം ദ ഫങ്ഷൻസ് ഹാസ് ബീൻ ഡെലിഗേറ്റഡ്, ഓപ്ഷൻ സി ഗസറ്റഡ് ഓഫീസർ ആൻഡ് ഓപ്ഷൻ ഡി അസിസ്റ്റൻറ്റ് ഡയറക്ടർ. Here the answer option B officer to whom the functions has been delegated. അടുത്ത ക്വസ്റ്റ്യൻ, which kind of prefix is generally used for a letter intended for a male? Option A Sri, option B Srimati, option C Kumari and option D Madam. അതായത് ഒരു പുരുഷനെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ പ്രിഫിക്സ് ആയിട്ട് എന്താണ് ചേർക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ശ്രീ. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പീസ് ഓഫ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് അഡ്രസ് ടു ഗവൺമെൻറ് ഓഫീസേഴ്സ് ഷുഡ് നോട്ട് ബി സെൻഡ് ടു നോൺ ഒഫീഷ്യൽസ്. ദേ ഷുഡ് ബി അഡ്രസ്ഡ് ബൈ ഡാഷ്. ഓപ്ഷൻ എ ഡെമി ഒഫീഷ്യൽ ലെറ്റർ, ഓപ്ഷൻ ബി മെമ്മോറാണ്ടം, ഓപ്ഷൻ സി ലെറ്റർ ആൻഡ് ഓപ്ഷൻ ഡി പ്രൊസീഡിങ്സ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബോധന ചെയ്യുന്ന ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനുകൾ നോൺ ഒഫീഷ്യൽസിന് അയക്കാൻ പാടില്ല. പകരം നോൺ ഒഫീഷ്യലിനെ സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് ഫോം ഓഫ് കറസ്പോണ്ടൻസ് ആണ്? നമുക്കറിയാം ആൻസർ ഓപ്ഷൻ സി ലെറ്റർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, important instructions of a standing nature to be uniformly followed by various authorities are communicated in the form of a dash. Option A circular, option B memorandum, option C letter and option D proceedings. അതായത് വിവിധ അധികാരികൾ ഒരുപോലെ പിന്തുടരേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സർക്കുലർ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ. താങ്ക് യു.